ഓക്കെ, ഈ സ്ക്രീൻ വിസിബിൾ ആണോ? ഈ സ്ക്രീൻ വിസിബിൾ ആണോ? യെസ് സർ. ഓക്കെ. സോ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കുന്നത്, സർഫസ് ഫിനിഷ് അല്ലെങ്കിൽ സർഫസ് റഫ്നെസ്. ഓക്കെ, എന്താണ് സർഫസ് റഫ്നെസ്? ഓക്കെ, എങ്ങനെ സർഫസ് റഫ്നെസ്സിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, സർഫസ് റഫ്നെസ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഓക്കെ, അതിനെ എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം, ഏതെല്ലാം പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചാണ് അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, ഏതെല്ലാം എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചാണ് സർഫസ് റഫ്നെസ് അല്ലെങ്കിൽ സർഫസ് ഫിനിഷ് മെഷർ ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇപ്പോൾ കാർപ്പൻറ്ററി വർക്കൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ നിങ്ങൾ വാൾ അല്ലെങ്കിൽ സോ ഉപയോഗിച്ച് വുഡ് കട്ട് ചെയ്യുമ്പോൾ ആ സർഫസിന് എത്രമാത്രം റഫ്നെസ് ഉണ്ടായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. വളരെ റഫായിട്ടൊരു സർഫസ് ആയിരിക്കും ആ വുഡൻ ബ്ലോക്കിൽ ഉണ്ടാകുന്നത് അല്ലേ. ഒരു വാൾ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുന്ന ഒരു തടി കഷ്ണത്തിൽ നമുക്കറിയാം സർഫസ് നമ്മൾ തൊട്ട് നോക്കിയാൽ അറിയാം, അതിലെല്ലാം ആ വാള് കടന്നു പോകുന്നതായ പാടുകൾ അല്ലേ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു ചെറിയ എന്താണ് ഫിനിഷിങ് എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ആ സർഫസിലുള്ള ഒരു ലെയർ റിമൂവ് ചെയ്യുമ്പോൾ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള അല്ലേ സ്മൂത്ത് ആയിട്ടൊരു സർഫസ് നമുക്ക് കിട്ടും. എന്നിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ സർ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് സർ വോയിസിൽ. ആണ് ഇപ്പോൾ ഉണ്ടോ? ഇപ്പോഴും ഉണ്ടോ? യെസ് സർ. കാര്യമായിട്ടുണ്ടോ? ഹലോ. യെസ് സർ, വോയിസ് അത്ര ക്ലിയർ അല്ല. കേൾക്കുന്നുണ്ടോ? വേറെ ഇപ്പം എന്താ ചെയ്യുന്നത്? എല്ലാവരുടെയും കേസ് ഇങ്ങനെ തന്നെയാണോ? എല്ലാവർക്കും കേൾക്കുന്നതിന് പ്രയാസമുണ്ടോ? എന്താ ഇപ്പോൾ ഓക്കെ ആയി സർ. ഇപ്പൊ ഓക്കെ ആണ്. ഓക്കെ, ശരി ശരി. സോ നമ്മൾ സർഫസ് ഫിനിഷ് അല്ലെങ്കിൽ സർഫസ് റഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ നമ്മൾ ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉപയോഗിച്ച് ഒരു ഓബ്ജക്റ്റിൽ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സർഫസ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതിൽ ഇറഗുലാരിറ്റീസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഇറഗുലാരിറ്റീസ് എപ്പോഴും നമ്മളത് ആ പാർട്ട് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർക്കിന് അതിന് ഉപയോഗിക്കുമ്പോൾ ഓക്കെ നമുക്കിതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഈ സർഫസിന്റെ ഈ ഒരു റഫ്നെസ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, സർഫസ് റഫ്നെസ് എന്ന് പറയുന്നത്. സർഫസ് റഫ്നെസ് എന്ന് പറഞ്ഞാലും സർഫസ് ഫിനിഷ് എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, സോ വെൻ വി ആർ പ്രൊഡ്യൂസിങ് കമ്പോണൻസ് ബൈ വേരിയസ് മെത്തേഡ്സ് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്, it is not possible to produce a perfectly smooth surface and irregularities will be present. ഓക്കെ, ഇപ്പോൾ ഏത് മെഷീനിങ് ഓപ്പറേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ സർഫസിൽ ഒരു കട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലേ, യു ക്യാൻ സീ ദാറ്റ് ദർ ആർ ഇറഗുലാരിറ്റീസ്. എന്താണ് ഈ ഇറഗുലാരിറ്റീസ്? സർഫസിലെ ഒരു ഓബ്ജക്റ്റിന്റെ സർഫസിൽ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് എന്താണ് ആക്ച്വലി? നമുക്കറിയാം അതൊരു മൈക്രോസ്കോപ്പിക് പ്രൊജക്ഷൻസ് ആണ് അല്ലേ, സർഫസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന മൈക്രോസ്കോപ്പിക് പ്രൊജക്ഷൻസ് ആണ് നമ്മൾ ഈ ഇറഗുലാരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൗണ്ടൻസ് ടൈപ്പ് അല്ലെങ്കിൽ പീക്ക് ടൈപ്പ് ഓബ്ജക്ട്സ് അല്ലെ, സർഫസിൽ നിന്ന് മൈക്രോസ്കോപ്പിക് ആയിട്ട് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന പീക്ക് ടൈപ്പ് ഓബ്ജക്ട്സ്. ഓക്കെ, സിമിലർലി നമുക്ക് ആ സർഫസിൽ വാലീസും കാണാം. ഓക്കെ, ഇപ്പോഴും നമ്മളൊരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഒരു റഫ്നെസ് ഉള്ള ഒരു സർഫസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ പീക്സും വാലീസും നമുക്ക് വിസിബിൾ ആയിരിക്കും. അപ്പൊ പീക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സർഫസിൽ നിന്ന് മുകളിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന മെറ്റൽ പാർട്ട് അല്ലെ, അല്ലെങ്കിൽ മെറ്റീരിയൽ പാർട്ട്. ഓക്കെ, വാലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസിൽ നിന്ന് താഴേക്ക് മെറ്റീരിയൽ റിമൂവ് ചെയ്യപ്പെട്ട് അവിടെ ഒരു താഴ്വര അല്ലെ, എന്താണ്, ഒരു താഴ്ച ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? വാലീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സർഫസ് ഫിനിഷ് അല്ലെങ്കിൽ ഒരു സർഫസിന്റെ സർഫസ് റഫ്നെസ് ഓക്കെ
അത് സർഫസിൽ ഉണ്ടാകാൻ പല റീസൺസ് ഉണ്ട്. ഓക്കെ, ഒന്നുകിൽ നമ്മൾ ഉപയോഗിക്കുന്ന വർക്ക് മെറ്റീരിയൽ, ചിലപ്പോഴും നമ്മൾ മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വുഡിന്റെ കേസൊക്കെ വിടാം, നമ്മൾ മെറ്റാലിക് ഒബ്ജക്ട്സ് തന്നെ എടുക്കാം. കാരണം കൂടുതലും നമ്മൾ മെഷർമെന്റ് ആൻഡ് മെട്രോളജിയിൽ പഠിക്കുന്നത് കൂടുതൽ നമ്മൾ മെറ്റാലിക് ഒബ്ജക്ട്സ് അതിന്റെ മാനിപ്പുലേഷൻ എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് വർക്ക് മെറ്റീരിയൽ ഇപ്പൊ തന്നെ നമ്മൾ ബ്രാസ് എടുക്കാം, കോപ്പർ എടുക്കാം, ഓക്കെ, ടങ്സ്റ്റൺ എടുക്കാം. ഈ പല മെറ്റീരിയലും കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള സർഫസ് റഫ്നെസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എല്ലാം ഒരുപോലെ ആയിരിക്കത്തില്ല. സോ സർഫസ് റഫ്നെസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് വർക്ക് മെറ്റീരിയൽ. പ്ലാസ്റ്റിക്കിലോ വുഡിലോ കിട്ടുന്ന സർഫസ് റഫ്നെസ് ആയിരിക്കത്തില്ല മെറ്റല് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻസിലെ വൈബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷീനിലെ ഏതെങ്കിലും ഒരു കമ്പോണന്റ് ലൂസ് ആയിട്ടിരിക്കുന്നെങ്കിൽ അത് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൽ വൈബ്രേഷൻസ് ഉണ്ടാവും. ആ മെഷീൻ വെച്ച് നമ്മൾ എന്ത് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നോ ആ കമ്പോണന്റിലേക്കും ആ വൈബ്രേഷൻ ട്രാൻസ്ഫർ ചെയ്ത് വരുന്നു. അങ്ങനെയും സർഫസിൽ ഇറഗുലാരിറ്റീസ് ഫോം ചെയ്യാം. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് മെഷീനിങ്, ഇപ്പോഴും നമ്മൾ മില്ലിങ് ഓപ്പറേഷനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലെയ്ത്തില് ടേണിങ് ഓപ്പറേഷനാണ് ചെയ്യുന്നത്, അതുപോലെ ഗ്രൈൻഡിങ് ഓപ്പറേഷനാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ അല്ലെങ്കിൽ ഇനി നമ്മൾ സർഫസ് ഹൈ ഫിനിഷ് തരുന്ന ഓപ്പറേഷൻസ് ആയ ഹോണിങ്ങോ ലാപ്പിങ്ങോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഓരോന്നിനും ലെവൽ ഓഫ് ഇറഗുലാരിറ്റീസ്, സർഫസിൽ ഫോം ചെയ്യുന്ന ലെവൽ ഓഫ് ഇറഗുലാരിറ്റീസ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ടൈപ്പ് ടൂളാണ് മെഷീനിങ്ങിന് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സർഫസിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സർഫസിലെ മെഷീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് സർഫസിന്റെ ഫിനിഷ് അല്ലെങ്കിൽ സർഫസിന്റെ റഫ്നെസ് വേരി ചെയ്യും. അതുപോലെ തന്നെ വർക്ക് പീസിനെ നമ്മൾ എത്രമാത്രം റിജിഡ് ആയിട്ട് ഫിക്ഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി നമ്മളൊരു വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ടൂൾസും അതുപോലെ തന്നെ ഫിഷേഴ്സും ഇത് എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്? സർഫസ് റഫ്നെസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് ടൂൾ ഉപയോഗിച്ച് മെഷീൻ ചെയ്യുന്നോ, ഏത് ഫിഷർ ഉപയോഗിച്ച് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്നോ, അതെല്ലാം സർഫസ് ഫിനിഷ് അല്ലെങ്കിൽ സർഫസ് റഫ്നെസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സർഫസിലും ഉപയോഗിക്കുന്ന മെഷീനിങ് പ്രോസസ് അനുസരിച്ച്, ഉപയോഗിക്കുന്ന വർക്ക് പീസ് അനുസരിച്ച് സർഫസ് റഫ്നെസ് അല്ലെങ്കിൽ സർഫസ് ഫിനിഷ് വേരി ചെയ്യും. സോ ബേസിക്കലി സർഫസ് റഫ്നെസിനെ എന്തെന്ന് നമുക്ക് വിളിക്കാം? ഇറ്റ് ഈസ് ദ ഇൻഹെറന്റ് ക്വാളിറ്റി ഓഫ് എ സർഫസ് വിച്ച് ഈസ് ജനറേറ്റഡ് ഡ്യൂറിങ് എ മെഷീനിങ് ഓപ്പറേഷൻ, അല്ലെ? ഇൻഹെറന്റ് ക്വാളിറ്റി ഓഫ് എ സർഫസ് വിച്ച് ഈസ് ജനറേറ്റഡ് ഡ്യൂറിങ് എ മെഷീനിങ് ഓപ്പറേഷൻ ആൻഡ് ദേ ആർ മൈക്രോസ്കോപ്പിക് ഇറഗുലാരിറ്റീസ് പ്രസന്റ് ഇൻ സർഫസ്. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഇറഗുലാരിറ്റീസ് ആണ് വിച്ച് ഇൻക്ലൂഡ്സ് പീക്സ് ആൻഡ് വാലീസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സർഫസ് കാണിച്ചിട്ടുണ്ട്, ഒരു സർഫസിന്റെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സർഫസിൽ ഒരു ലാർജ് വേരിയേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അല്ലെ? ഈ സർഫസിലെല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ഫോം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം, പീക്സ് കാണാം, വാലീസ് കാണാം. ഇനി സർഫസിന് മൊത്തത്തിലൊരു വേവി നേച്ചറുമാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻസ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ടൂള് കടന്നു പോയ പാത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ടൂൾ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്തോ ആ ഡയറക്ഷനിലായിരിക്കാം ഈ സ്ട്രെയിറ്റ് ലൈൻസ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പീസ് ഓഫ് സർഫസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, സർഫസിന്റെ ഒരു ചെറിയ പീസ് മാത്രം. ഓക്കെ, അപ്പോൾ ഈ നമ്മളിപ്പോൾ മെഷീനിങ് ഉപയോഗിച്ച് മെഷീനിങ് പ്രോസസ്സ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഏത് സർഫസിനും, അല്ലെങ്കിൽ ഒരു മെഷീൻ ഉപയോഗിച്ച് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഏത് സർഫസിനും എപ്പോഴും എന്തുണ്ടായിരിക്കും? ഒരു ഡയറക്ഷൻ ഓഫ് പാറ്റേൺസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസിന്റെ ഡയറക്ഷന് ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. ഓക്കെ, അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഓറിയന്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ എന്തായിരിക്കും? ഈ ഇറഗുലാരിറ്റീസ് ഒരു സർക്കുലാർ ടൈപ്പ് ഇറഗുലാരിറ്റീസ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഇറഗുലാരിറ്റീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതി, ഏത് മെഷീൻ സർഫസിലാണെങ്കിലും ഇറഗുലാരിറ്റീസിന് എന്തുണ്ട്? ഒരു പാറ്റേൺ ഉണ്ട്. ഓക്കെ, അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. ഓക്കെ, അതിനൊരു സ്പേസിംഗ് ഉണ്ട്. ഓക്കെ, ചില മെഷീനിങ് പ്രോസസ്സ്, ഇപ്പോൾ ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ മെഷീൻ ചെയ്യുവാണെങ്കിൽ, ഓക്കെ, ഈ സർഫസിലെ പാറ്റേൺസ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതെല്ലാം ഈക്വലി സ്പേസ്ഡ് ആയിരിക്കും. ഓക്കെ, ഈ സർഫസിലെ പാറ്റേൺസ് അല്ലെങ്കിൽ സർഫസ് റഫ്നെസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈക്വലി സ്പേസ്ഡ് ആയിരിക്കും, അത് സ്ട്രെയിറ്റ് ലൈൻസിലായിരിക്കും. കാരണം സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിന്റെ എൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഷാർപ്പ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ വഴി ജനറേറ്റ് ചെയ്ത ഒരു സർഫസിന്റെ
പാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് കാരണം എന്താണ്? ആ ടൂള് പോയ പാത്തെല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് നമുക്കിവിടെ കാണാം. ഇത് കൂടാതെ ആ സർഫസിന് ഒരു വേവി നേച്ചർ ഉണ്ട്. എന്താണ് വേവി നേച്ചർ? ഒരു ഉയർച്ചയും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു താഴ്ചയും വീണ്ടും അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഉയർച്ചയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ബേസിക്കലി റഫ്നെസ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റഫ്നെസ് ഹൈറ്റ്. സോ ഈ ഒരു ഇമേജ് നിങ്ങൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഈ പ്രൊജക്ഷൻസ് എത്രമാത്രം അതിൻ്റെ ബേസിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നു അതിനെയാണ് റഫ്നെസ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ മൈക്രോ ഇഞ്ചിൽ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് കാണിച്ചിരിക്കുന്നു. മൈക്രോ ഇഞ്ച് മാത്രമല്ല, മൈക്രോമീറ്ററിൽ റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെ പല ക്വാണ്ടിറ്റിയിൽ നമുക്ക് റഫ്നെസ് റെപ്രസെന്റ് ചെയ്യാം. യൂഷ്വലി മൈക്രോൺസിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൈക്രോമീറ്ററിൽ. എന്തുകൊണ്ടാ? അത്രമാത്രം ചെറിയ പാരാമീറ്റർ ആണ്. ഓക്കെ, ഇനി റഫ്നെസ്സിന് രണ്ടാമത്തെ പാരാമീറ്റർ ആണ്. റഫ്നെസ്സിന് അതിൻ്റെതായ ഒരു വിഡ്ത്ത് ഉണ്ട്. ഓക്കെ, റഫ്നെസ്സിന് അതിൻ്റെതായ ഒരു വിഡ്ത്ത് ഉണ്ട്. അതാണ് ഈ രണ്ടാമത്തെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, റഫ്നെസ് വിഡ്ത്ത്. എന്താണ് റഫ്നെസ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റഫ്നെസ് വിഡ്ത്ത് ആദ്യത്തെ ലൈനും രണ്ടാമത്തെ ലൈനിനും ഇടയിലുള്ള അകലത്തിനെയാണ് റഫ്നെസ് വിഡ്ത്ത് എന്ന് യൂഷ്വലി നമ്മൾ പറയുന്നത്. ലേ, എന്താണ് ലേ? സി, ഇവിടെ എല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ സർഫസ് റഫ്നെസ്സിന് ഒരു പാറ്റേൺ ഉണ്ട്. എങ്ങനെയായിരിക്കും അത്? നേരെ മുന്നോട്ട്. ഇതിനെയാണ് റഫ്നെസ് ലേ എന്ന് പറയുന്നത്. ഓക്കെ, റഫ്നെസ് ലേ എന്ന് പറയുന്നത്. ഓക്കെ, ലേ. സോ ഈ സ്ട്രെയിറ്റ് ലൈൻസ് ഏത് ഡയറക്ഷനിലായിരിക്കും ഓറിയന്റ് ചെയ്തിരിക്കുന്നത്? ടൂൾ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്തോ ആ ഡയറക്ഷനിലായിരിക്കും അത് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ വേവ്നെസ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഉണ്ട്. എന്താണ് വേവ്നെസ്? സർഫസ് റഫ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോസ്കോപ്പിക് പാരാമീറ്റർ ആണ്. എന്നാൽ വേവ്നെസ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അല്പം കൂടി വലിയ ഒരു ഇറഗുലാരിറ്റിയാണ് വേവ്നെസ് എന്ന് പറയുന്നത്, അല്ലെ? എപ്പോഴും ഈ സർഫസ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ സർഫസിന് ഒരു വേവി നേച്ചർ ആണല്ലേ. ഇങ്ങനെ ഒരു വേവി നേച്ചറാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതൊരു മാക്രോസ്കോപ്പിക് പാരാമീറ്റർ ആണ്. സർഫസ് റഫ്നെസ് എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് പാരാമീറ്ററും, അതുപോലെ തന്നെ വേവ്നെസ് എന്ന് പറഞ്ഞാൽ പല സർഫസ് റഫ്നെസ് പാറ്റേൺസ് ചേരുന്ന ഒരു വേവി പാറ്റേണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ്നെസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം വേവ്നെസ് എന്താണ്. സോ കമ്പയറിംഗ് ടു സർഫസ് റഫ്നെസ്, വേവ്നെസ് ഈസ് എ മൈക്രോസ്കോപ്പിക് പാരാമീറ്റർ. ഇനി വേവ്നെസിന്റെ ഹൈറ്റ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വേവ്നെസിന്റെ ഹൈറ്റ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോഴൊരു ബേസിക്കലി ഒരു സർഫസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സർഫസിൽ റഫ്നെസ് ഉണ്ട്, വേവ്നെസ് ഉണ്ട്. ആ റഫ്നെസ്സിന് ഒരു പാറ്റേൺ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ഉണ്ട്. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ലേ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ഇനി നമുക്ക് സർഫസ് റഫ്നെസ് യൂഷ്വലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ചില കോമൺ ടേംസിനെ പരിചയപ്പെടാം. ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നോമിനൽ സർഫസ് എന്താണെന്നാണ്. നോമിനൽ സർഫസ്. ഓക്കെ, എന്താണ് ഒരു നോമിനൽ സർഫസ്? നമ്മളൊരു റെക്ടാങ്കുലർ ബ്ലോക്കിൽ ഒരു ഓബ്ജക്റ്റ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനൊരു തിയററ്റിക്കലി നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സർഫസ് ഉണ്ട്. ഏതാ? തിയററ്റിക്കലി ഐഡിയൽ ആയിട്ടുള്ള ഒരു സർഫസ്, ഒരു തരത്തിലെ ഇറഗുലാരിറ്റീസ് ഇല്ലാത്തതുമായ ഒരു സർഫസ്. ഓക്കെ, അതിനെ നമ്മൾ എന്താ പറയുന്നത്? തിയററ്റിക്കലി ആസ് വെൽ ആസ് ജിയോമെട്രിക്കലി പെർഫെക്റ്റ് സർഫസ്. ഇങ്ങനെ ഒരു സർഫസ് ചിലപ്പോൾ എപ്പോഴും പോസിബിൾ ആയിരിക്കത്തില്ല ഇങ്ങനെ ഒരു സർഫസ്. പക്ഷേ നമ്മൾ റെഫറൻസിനായിട്ട് എപ്പോഴും നമ്മളൊരു സർഫസ് കൺസിഡർ ചെയ്യും. ആ സർഫസിനെയാണ് പറയുന്നത് നോമിനൽ സർഫസ്. നമ്മളൊരു റെക്ടാങ്കുലർ ബ്ലോക്ക്, അതിന്റെ നോമിനൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തിയററ്റിക്കലി ആസ് വെൽ ആസ് ജിയോമെട്രിക്കലി പെർഫെക്റ്റ് സർഫസ് വിച്ച് മേ നോട്ട് ബി പോസിബിൾ ബട്ട് വിച്ച് വി കൺസിഡർ ഓൺലി ഫോർ റെഫറൻസ് പർപ്പസ്. ഓക്കെ, ഐഡിയലി ഇങ്ങനെ ആയിരിക്കണം, ഒരു നോമിനൽ സർഫസിന്റെ കൂട്ടായിരിക്കണം നമുക്ക് കിട്ടേണ്ട സർഫസ്. ബട്ട് ആക്ച്വലി അതെങ്ങനെ ആയിരിക്കാം? ആക്ച്വലി അതൊരു റഫ് സർഫസ് ആയിരിക്കും. അപ്പൊ രണ്ടാമത്തെ ഫിഗർ നിങ്ങൾ നോക്കുക, ഇതിനകത്തൊരു റഫ് സർഫസ് കാണിച്ചിട്ടുണ്ട്. സർഫസിന് മുകളിൽ ആ നോമിനൽ സർഫസും കാണിച്ചിട്ടുണ്ട്, റഫ് സർഫസും കാണിച്ചിട്ടുണ്ട്. നോമിനൽ സർഫസ് എന്ന് പറഞ്ഞാൽ അത് വളരെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണിച്ചിരിക്കുന്നു. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണിച്ചിരിക്കുന്നു. എന്നാൽ റഫ് സർഫസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പീക്സും വാലീസും എല്ലാം കൂടെ ചേരുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഒരു റഫ് സർഫസ് കാണിക്കുന്ന സമയത്ത് ഒരു റെഫറൻസിനായിട്ട് നമുക്ക് എന്തുകൂടി വേണ്ടിവരും? നോമിനൽ സർഫസ് കൂടി വേണ്ടിവരും. ഓക്കെ, ഇനി ഇതുപോലെ ഒത്തിരി ഇറഗുലാരിറ്റീസ് ചേർന്ന് കഴിയുമ്പോൾ സർഫസിന്
വേവി നേച്ചർ അല്ലെങ്കിൽ ഒരു വേവി പാറ്റേൺ ജനറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേവ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എ സർഫസ് ഹാവിംഗ് വേവ്നെസ് ഈസ് ഷോൺ ഇൻ ദിസ് ഫിഗർ വിച്ച് ഇസ് യൂഷ്വലി എ വേവി സർഫസ്. ഓക്കെ, സോ വേവ് സർഫസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റഫ്നെസ്സിനേക്കാൾ അല്പം കൂടി വലുതായിട്ടുള്ള ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നു സർഫസിൽ. അതിനെയാണ് നമ്മൾ വേവ്നെസ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും സർഫസ് റഫ്നെസ് മാത്രമായിട്ട് വരണം, ഒരു സർഫസിൽ സർഫസ് റഫ്നെസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യൂ എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു വേവ്നെസ് കൂടെ ഫോം ചെയ്യും. അപ്പോൾ ഈ വേവ്നെസ് ഫോം ചെയ്യാൻ പല റീസൺസ് ഉണ്ട്. എല്ലാ റീസൺസും നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അത് ചിലപ്പോൾ മെഷീന്റെ വർക്കിങ്ങിലെ പ്രശ്നമായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക് പീസിനെ ക്ലാമ്പ് ചെയ്തില്ലെങ്കിലും എന്ത് സംഭവിക്കാം, ഈ സർഫസിൽ ഈ വേവ്നെസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ വേവ്നെസ് ആൻഡ് റഫ്നെസ് ഈസ് എ മൈക്രോസ്കോപ്പിക് പാരാമീറ്റർ. വേവ്നെസ് ഈസ് ലിറ്റിൽ മോർ മാക്രോസ്കോപ്പിക്. മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ അല്പം കൂടി വലുതാണ്. ഇനി ഈ സർഫസിൽ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റീസിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാമെന്ന് ജസ്റ്റ് നോക്കിക്കോളൂ. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഫോർത്ത് ഓർഡർ. അപ്പോൾ ഈ ഇറഗുലാരിറ്റീസ് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഫോർത്ത് ഓർഡർ എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അതിന്റെ ഒറിജിനെ ബേസ് ചെയ്തിട്ടാണ്. എങ്ങനെയാണ് ഇറഗുലാരിറ്റി മെഷീനിൽ എന്തെങ്കിലും ഗൈഡ് വേസ് ഉണ്ടായിരിക്കും. ഗൈഡ് വേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂവ് അല്ലെ, ആ ഗ്രൂവിലൂടെ എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു. ഇപ്പൊ ലെയ്ത്തില് ഹെഡ് സ്റ്റോക്ക് ഉണ്ട്, ടെയിൽ സ്റ്റോക്ക് ഉണ്ട്. ഹെഡ് സ്റ്റോക്ക് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക, ടെയിൽ സ്റ്റോക്ക് നമുക്ക് മൂവ് ചെയ്യിക്കാം. അത് മൂവ് ചെയ്യുന്ന ഒരു പാത്ത് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ്, അത് മൂവ് ചെയ്യുന്ന ഒരു റെയിൽസ് ഉണ്ട്. ആ റെയിൽസിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അതുവഴി നമ്മളുടെ സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഇറഗുലാരിറ്റീസിനെയാണ് ഫസ്റ്റ് ഓർഡർ ഇറഗുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ആ റെയിൽസിന് എന്തെങ്കിലും സ്ട്രെയിറ്റ്നെസ് എറർ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബെൻഡ് ഉണ്ട്, അതുവഴി നമ്മുടെ സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇറഗുലാരിറ്റീസിനെ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നു. സെക്കൻഡ് ഓർഡർ ഇറഗുലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ പ്യുവർലി വൈബ്രേഷൻസ് വഴി സർഫസിൽ ജനറേറ്റ് ചെയ്യുന്ന ഇറഗുലാരിറ്റീസ്. ഇനി തേർഡ് ഓർഡർ ഇറഗുലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഏത് മെഷീനിങ് ആണെങ്കിലും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ലിറ്റിൽ എമൗണ്ട് ഓഫ് ഇറഗുലാരിറ്റീസ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, തേർഡ് ഓർഡർ ഇറഗുലാരിറ്റീസ്. ഫോർത്ത് ഓർഡർ ഇറഗുലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നല്ലൊരു മെഷീൻ ഉണ്ട്, അല്ലെങ്കിൽ നല്ലൊരു എക്യുപ്മെന്റ് ഉണ്ട്, പക്ഷെ അതിനെ പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യുന്നില്ല. ഓപ്പറേറ്ററുടെ അശ്രദ്ധ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഇറഗുലാരിറ്റീസിനെ യൂഷ്വലി എന്ത് പറയുന്നു? ഫോർത്ത് ഓർഡർ ഇറഗുലാരിറ്റീസ് എന്ന് നമ്മൾ പറയുന്നു. ഇത് ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനി നമ്മളൊരു സർഫസ് കാണുമ്പോൾ ആ സർഫസിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കുക എന്ന് നോക്കാം. സർഫസിൽ നമ്മൾ യൂഷ്വലി കാണുന്ന, നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് എന്ത്? മൈക്രോസ്കോപ്പിക് ഇറഗുലാരിറ്റീസ് ഓൺ ദ സർഫസ്. അതിനെ നമ്മൾ എന്ത് പറയുന്നു? സർഫസ് റഫ്നെസ് എന്ന് നമ്മൾ പറയുന്നു. സർഫസ് റഫ്നെസ് എന്ന് പറയുന്നു. ഇനി ഒരു സർഫസ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസ് പ്രൊഫൈൽ ഒരു വലിയ സർഫസിന്റെ ഒരു ചെറിയ പാർട്ട് എടുക്കുന്നു. സോ ആ ചെറിയ പാർട്ടിന് ഏത് ഷേപ്പ് ആണോ, മേ ബി അതൊരു വേവി ഷേപ്പ് ആയിരിക്കാം, ഫ്ലാറ്റ് ഷേപ്പ് ആയിരിക്കാം. അതിനെയാണ് നമ്മൾ യൂഷ്വലി സർഫസ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ ഷേപ്പ് ഓഫ് എനി സെക്ഷൻ ത്രൂ എ സർഫസ്. ഒരു സർഫസിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചെറിയ സെക്ഷന് എന്ത് ഷേപ്പ് ആണോ അതിനെ നമ്മൾ സർഫസിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നു. സർഫസ് പ്രൊഫൈൽ. അപ്പോൾ ഇനി ഫ്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാം. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് ഫ്ലോ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ ഫ്ലോ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ റീജിയനെ ഇവിടെ കാണാം. എന്താണ് ഇവിടെ കണ്ട ഈ ഒരു ചെറിയ റീജിയൻ? സർഫസിൽ ഉണ്ടായിരിക്കുന്ന ഒരു ചെറിയ ഹോള് അല്ലേ, അല്ലെങ്കിൽ സർഫസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ക്രാക്ക്. അല്ലെങ്കിൽ സർഫസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എന്താണ്? ഒരു സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരച്ചിൽ അല്ലെ, ഉരസൽ. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഫ്ലോ എന്ന് നമ്മൾ യൂഷ്വലി പറയുന്നത്. ആ ഇറഗുലാരിറ്റി ദാറ്റ് ഒക്കേഴ്സ് ഇൻ എ സർഫസ് ഡ്യൂ ടു ക്രാക്സ്, അല്ലെങ്കിൽ ബ്ലോ ഹോൾസ്, അല്ലെങ്കിൽ സ്ക്രാച്ചസ്. ഇപ്പൊ സർഫസ് നമുക്കറിയാം, ഏതൊരു ഓബ്ജക്റ്റ് ആണെങ്കിലും അതിനെ നമ്മൾ ഏതൊരു ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു മെറ്റാലിക് ഓബ്ജക്റ്റ് ആണെങ്കിലും നമ്മളത് മാനുഫാക്ചർ ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. മേ ബി കാസ്റ്റിംഗിലൂടെ വന്നിട്ടുള്ള ഒരു ബ്ലോക്ക് ഓഫ് മെറ്റൽ ആയിരിക്കാം അത്. ഇപ്പൊ കാസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ തന്നെ
ചെറിയ ഡിഫക്ട്സ് ഉണ്ടാവുന്നുണ്ട്. എന്തൊക്കെയാ കാസ്റ്റിംഗ് ഡിഫക്ട്സ്? പോറോസിറ്റി, ലാക്ക് ഓഫ് പെനിട്രേഷൻ അല്ലേ, പിന്നെ ബ്ലോ ഹോൾസ് എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ അല്ലെ സോൾഡിഫിക്കേഷൻ, ശ്രിങ്കേജ് എന്നൊക്കെ പറയുന്ന ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ ഡിഫക്ട്സ് കാസ്റ്റിംഗ് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ പ്രോഡക്റ്റിലുണ്ട്. ഇനി നമ്മളതിനെ മിഷൻ ചെയ്യുന്ന സമയത്ത് അത് എക്സ്പോസ്ഡ് ആയിട്ട് വരുന്നു, മെറ്റീരിയലിനുള്ളിലായിരുന്നു മിഷൻ ചെയ്യുന്നു. മിഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസിന് മുകളിലുള്ള മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുമ്പോൾ ഈ ചെറിയ ഹോൾസ് എക്സ്പോസ്ഡ് ആയിട്ട് വരുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലോ ഹോൾസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സർഫസിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റുമായിട്ട് എന്താണ് ഇന്ററാക്ട് ചെയ്ത സമയത്ത് സ്ക്രാച്ച് വീണിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ സർഫസിൽ ക്രാക്ക് വീണിട്ടുണ്ടായിരിക്കാം. ഇതിനെയെല്ലാം നമ്മൾ യൂഷ്വലി ഫ്ലോസ് എന്നാണ് പറയുന്നത്. ഫ്ലോസ് എന്നാണ് നമ്മൾ യൂഷ്വലി പറയുന്നത്. അപ്പൊ സർഫസ് റഫ്നെസ്സും ഫ്ലോയും ഒന്നല്ല, അത് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഫ്ലോസിനെ നമ്മൾ അല്ലെങ്കിൽ സർഫസ് ഡിഫക്ട്സിനെ നമ്മൾ ഒരിക്കലും സർഫസ് റഫ്നെസിന്റെ കാറ്റഗറിയിൽ കൗണ്ട് ചെയ്യത്തില്ല. ഓക്കെ. ഇനി സാമ്പിൾ ലെങ്ത് അല്ലെങ്കിൽ കട്ട് ഓഫ് ലെങ്ത്. എന്താണ് ഈ സാമ്പിൾ ലെങ്ത് അല്ലെങ്കിൽ കട്ട് ഓഫ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സാമ്പിൾ ലെങ്ത് അല്ലെങ്കിൽ കട്ട് ഓഫ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, സോ നമ്മളൊരു വലിയ സർഫസിന്റെ ഒരു ചെറിയ പാർട്ട് മാത്രമായിരിക്കാം സർഫസ് റഫ്നെസിന്റെ അനാലിസിസിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ പറയുന്ന ആ ചെറിയ ലെങ്തിനെ പറയുന്ന പേരാണെന്ത്? സാമ്പിൾ ലെങ്ത് അല്ലെങ്കിൽ കട്ട് ഓഫ് ലെങ്ത് എന്ന് പറയുന്നു. ദ പർട്ടിക്കുലർ ലെങ്ത് ദാറ്റ് ഈസ് ടേക്കൺ ഫോർ സാമ്പിൾ മെഷർമെന്റ് ഓൺ ദ സർഫസ്. ഓക്കെ, അപ്പോൾ സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സർഫസിന്റെ ലെങ്ത് എത്ര മാത്രമാണോ അതിനെയാണ് സാമ്പിൾ ലെങ്ത് അല്ലെങ്കിൽ കട്ട് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട്, റഫ്നെസ് വിഡ്ത്ത് കട്ട് ഓഫ്. റഫ്നെസ് വിഡ്ത്ത് കട്ട് ഓഫ്. ഓക്കെ, ഇപ്പോൾ സർഫസ് റഫ്നെസ് അനാലിസിസ് ചെയ്യണം അല്ലെങ്കിൽ സർഫസ് ഫിനിഷ് അനാലിസിസ് ചെയ്യണം എങ്കിൽ നമ്മൾ സർഫസിൽ കൺസിഡർ ചെയ്യുന്ന ഒരു ചെറിയ സാമ്പിൾ ലെങ്ത്, അതിനെയാണ് സാമ്പിൾ ലെങ്ത് അല്ലെങ്കിൽ കട്ട് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത്. ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? ലേ മുമ്പേ നമ്മൾ പറഞ്ഞ ഡയറക്ഷൻ ഓഫ് പ്രിഡോമിനന്റ് ടോപ്പ് സർഫസ് ഗ്രൂവ്സ്. സർഫസിന് മുകളിൽ ഗ്രൂവ്സ് ഫോം ചെയ്യുന്നു, അല്ല അതാണ് നമ്മൾ സർഫസിൽ ഒരു പാറ്റേൺ ആയിട്ട് നമ്മൾ കാണുന്നത്. ഈ ഗ്രൂവ്സ് എങ്ങനെ ആയിരിക്കാം? ചിലപ്പോൾ സർക്കുലാർ ഗ്രൂവ്സ് ആയിരിക്കാം, സ്ട്രെയിറ്റ് ലൈൻ ഗ്രൂവ്സ് ആയിരിക്കാം. ഓക്കെ, ചിലപ്പോഴോ ഇറഗുലർ ഗ്രൂവ്സ് ആയിരിക്കാം. ഇതിനെയാണ് നമ്മൾ യൂഷ്വലി ലേസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി വേവ്നെസ് നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഫിഗേഴ്സിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ക്രാക്ക്, അതുപോലെ തന്നെ ലേ ഡയറക്ഷൻ, ക്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രാക്ക് എന്ന് പറഞ്ഞാൽ ഒരു വിള്ളലാണ്. ക്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗർത്തം, അഗാധമായ ഒരു ഹോള്. ഓക്കെ, ഇനി വേവ്നെസ് സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ്നെസ് സ്പേസിംഗ് അതായത് ഒരു സർഫസിൽ ഒരു വേവി നേച്ചർ ഫോം ചെയ്യുന്നു. ഇതിൽ ആ വേവ്സിന്റെ രണ്ട് പീക്കുകൾക്കിടയിലുള്ള അകലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ്നെസ് സ്പേസിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേവ്നെസ്സിന് എപ്പോഴും ഒരു ചെറിയ ഹൈറ്റും ഉണ്ടായിരിക്കാം. ആ ഫിഗറാണ് ഇവിടെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഹലോ, നമുക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അലൻ ഷാ ഉണ്ട്. ഓക്കെ, ഇനി സർഫസ് ഫിനിഷ് മെഷർമെന്റിന് വേണ്ടി നമ്മൾ സർഫസിൽ കൺസിഡർ ചെയ്യുന്ന റെഫറൻസസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, സർഫസ് ഫിനിഷ് മെഷർമെന്റിന് വേണ്ടി സർഫസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റെഫറൻസസ് അല്ലെങ്കിൽ ഡേറ്റം എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അത് രണ്ടു തരത്തിലുള്ള ഡേറ്റമാണ് നമുക്കുള്ളത്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ലൈൻ ഡേറ്റം. സർഫസിൽ നമ്മളൊരു മീൻ ലൈൻ കാണുന്നു അല്ലെങ്കിൽ ഒരു ആവറേജ് ലൈനിനെ കണ്ടുപിടിക്കുന്നു, അതിനെ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നു. രണ്ടാമത് എന്താണ് പറയുന്നത്? എൻവലപ്പ് ഡേറ്റം. രണ്ടാമത്തതാണ് എൻവലപ്പ് ഡേറ്റം. ഈ ഫിഗറിൽ നിങ്ങൾക്ക് അത് ഫിഗർ കാണുമ്പോൾ അല്പം കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും അത് പറയുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. എൻവലപ്പ് സിസ്റ്റവും അല്ലെങ്കിൽ മീൻ ലൈൻ സിസ്റ്റവും ഉപയോഗിച്ച് സർഫസിൽ നമുക്കൊരു ഡേറ്റം എക്സ്പ്രസ് ചെയ്യാം. സോ ഡേറ്റം അല്ലെങ്കിൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഡേറ്റം അല്ലെങ്കിൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡേറ്റം ഓർ റെഫറൻസ് ഫ്രം വിച്ച് സർഫസ് ഫിനിഷ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ വാല്യൂസ്. നമുക്ക് സർഫസ് ഫിനിഷ് അല്ലെ സർഫസ് റഫ്നെസ് ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ ന്യൂമറിക്കൽ വാല്യൂസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ന്യൂമറിക്കൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസ് ഫിനിഷ് ഈസ് ഈക്വൽ ടു 2 മൈക്രോൺസ്, അല്ലെങ്കിൽ സർഫസ് റഫ്നെസ് ഈസ് റഫ്നെസ്സും ഫിനിഷും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിച്ചു ഉപയോഗിക്കാം, അതിനകത്ത് തെറ്റൊന്നുമില്ല കേട്ടോ. സർഫസ് ഫിനിഷ് ഈക്വൽ ടു 2 മൈക്രോൺസ്, സർഫസ് റഫ്നെസ് ഈക്വൽ ടു 5 മൈക്രോൺസ്, അല്ലെ സർഫസ് റഫ്നെസ് ഈക്വൽ ടു സർഫസ് ഫിനിഷ് ഈക്വൽ ടു 5 മൈക്രോൺസ് എന്ന് നമുക്ക് പറയാം. ഇത് മെഷർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സർഫസ് റഫ്നെസ് അല്ലെ സർഫസ് ഫിനിഷിനെ ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡേറ്റം സർഫസ് ഉണ്ട്. ഈ ഡേറ്റം സർഫസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തേതാണ് എം സിസ്റ്റം അല്ലെങ്കിൽ മീൻ ലൈൻ സിസ്റ്റം. എം സിസ്റ്റം അല്ലെങ്കിൽ മീൻ ലൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മീൻ ലൈൻ? മീൻ ലൈൻ ഓർ സെൻട്രൽ ലൈൻ ഇസ് എ ലൈൻ ദാറ്റ് ഈസ് പാരലൽ ടു ദ ജനറൽ ഡയറക്ഷൻ ഓഫ് ദ പ്രൊഫൈൽ ആൻഡ് ഈസ് പ്ലേസ്ഡ് സച്ച് ദാറ്റ് ഏരിയാസ് അറൌണ്ട് ദ പ്രൊഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എബോവ് ഓർ ബിലോ ദാറ്റ് ലൈൻ ആർ ഈക്വൽ. ഓക്കെ, അപ്പോൾ സർഫസിൽ നമുക്കൊരു ലൈൻ വരയ്ക്കാൻ പറ്റണം. ഓക്കെ, എങ്ങനെ ആയിരിക്കണം വരയ്ക്കാൻ പറ്റുന്നത്? ആ ലൈനിന് മുകളിലും താഴെയുമുള്ള ഏരിയാസ് ഈക്വൽ ആവുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കാൻ പറ്റുന്നെങ്കിൽ ആ ലൈനിനെ പറയുന്ന പേരാണ് മീൻ ലൈൻ. ആ ലൈനിനെയാണ് നമ്മൾ സർഫസ് റഫ്നെസ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ മീൻ ലൈനിന്റെ മറ്റൊരു പേരാണ് എന്ത്? സെൻട്രൽ ലൈൻ. സെൻട്രൽ ലൈൻ. ഓക്കെ, സോ മീൻ ലൈൻ അല്ലെങ്കിൽ സെൻട്രൽ ലൈൻ എന്താണ്? എ ലൈൻ വിച്ച് ഈസ് പാരലൽ ടു ദ ജനറൽ ഡയറക്ഷൻ ഓഫ് ദ പ്രൊഫൈൽ. എന്താണ് ജനറൽ ഡയറക്ഷൻ ഓഫ് പ്രൊഫൈൽ? നമുക്കറിയാം ഇവിടെ സർഫസിന്റെ പ്രൊഫൈൽ എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പീക്സ് ആൻഡ് വാലീസ്. ഓക്കെ, പീക്സ് ആൻഡ് വാലീസ് നമുക്കറിയാം. ഇങ്ങനെ ഒരു പീക്സും വാല്യൂസും ഒക്കെ ചേരുന്ന ഒരു പ്രൊഫൈലാണ് നമ്മളുടെ തന്നിരിക്കുന്ന സർഫസിന്. ഓക്കെ, ഈ സർഫസിൽ നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈനിനെ എങ്ങനെ വരയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആ പ്രൊഫൈലിന്റെ ഡയറക്ഷനിൽ വരയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഹോറിസോണ്ടൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫൈലാണ്. അതുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനും എന്താണ്? ഹോറിസോണ്ടൽ ലൈൻ. ഓക്കെ, ലൈൻ എ എ. ഓക്കെ, ലൈൻ എ എ. ഓക്കെ, സപ്പോസ് ഇവിടെ നമ്മൾ ഹോറിസോണ്ടൽ ലൈൻ വരച്ചിരിക്കുന്നു. ഈ ലൈനെ വരയ്ക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്ന പീക്സും വാല്യൂസും നോക്കിക്കഴിഞ്ഞാൽ പീക്സിന്റെ ഏരിയ എല്ലാം കൂടി ആഡ് ചെയ്യണം. പീക്സിനുള്ളിൽ വരുന്ന ഈ ഏരിയ ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതുപോലെ വാലീസിനുള്ളിലുള്ള ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാണുന്ന ചെറിയ റീജിയൻ. ഓക്കെ, വാലീസിനുള്ളിലുള്ള ഏരിയാസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ട് വരണം. അങ്ങനെ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീൻ ലൈൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് മീൻ ലൈനെ ഡിറ്റർമിൻ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, മീൻ ലൈനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കുക. ഓക്കെ, അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്? എ സ്ട്രെയിറ്റ് ലൈൻ എ എ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. എ സ്ട്രെയിറ്റ് ലൈൻ എ എ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. A straight line AA is drawn so that it is parallel to the general direction of profile. സർഫസ് പ്രൊഫൈലിന്റെ ഡയറക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ്? സർഫസ് പ്രൊഫൈലിന്റെ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഹോറിസോണ്ടൽ ആണ്. അതുകൊണ്ട് എ എ എന്ന് പറയുന്ന ഒരു ഹോറിസോണ്ടൽ ലൈൻ നമ്മൾ ആദ്യം വരച്ചു. അതിനുശേഷം പിന്നീട് എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ ഹോറിസോണ്ടൽ ലൈൻ എ എ വരച്ചതിന് ശേഷം അതിന് മുകളിലും അതിന് താഴെയുള്ള ഏരിയാസിനെ മെഷർ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ആക്ച്വൽ മീൻ ലൈൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തോന്നും ലൈൻ എ എ ആയിരിക്കും മീൻ ലൈൻ എന്ന്. പക്ഷെ ആയിരിക്കത്തില്ല, മറ്റെവിടെയെങ്കിലും ആയിരിക്കാം ഈ മീൻ ലൈനിന്റെ ലൊക്കേഷൻ. അപ്പോൾ ആ ലൊക്കേഷനിലേക്ക് എങ്ങനെ എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാൻഡം ആയിട്ട് നിങ്ങൾ ആദ്യം സർഫസിൽ എ എ എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ആ സർഫസിലുള്ള ആ ലൈൻ എന്താണ്? പീക്സിലെയും വാലീസിനും ഉള്ളിലുള്ള ഏരിയാസ് മെഷർ ചെയ്യുക. ഇവിടെ ഏരിയ എക്സ് മെഷർ ചെയ്യുന്നു, ഏരിയ വൈ മെഷർ ചെയ്യുന്നു. വൈ എന്ന് പറഞ്ഞാൽ വാലീസിലുള്ള ഏരിയ, പീക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ പീക്സിലുള്ള ഏരിയാസ്. അപ്പോൾ എ എ ലൈനാണ് നമ്മളിപ്പോ ആദ്യമായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയാസ് എടുത്തതിന് ശേഷം നമ്മൾ മെയിൻ ലൈനിലോട്ട് എങ്ങനെ എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു കൺസിഡർ ആൻ ഇക്വേഷൻ സിഗ്മ ഓഫ് ഏരിയാസ് എക്സ് മൈനസ് ഏരിയാസ് വൈ. പീക്സിലുള്ള ഏരിയാസ് എല്ലാം കൂടി ആഡ് ചെയ്യണം. അതുപോലെ തന്നെ വാലീസിലുള്ള ഏരിയാസ് എല്ലാം കൂടി ആഡ് ചെയ്യണം. അതിന്റെ ഡിഫറൻസ് എടുത്തിട്ട് നമ്മൾ വർക്ക് പീസിന് എത്ര
മാത്രം ലെങ്ത്, വർക്ക് പീസിന്റെ ലെങ്ത് അല്ല, നമ്മൾ സർഫസ് മെഷർ ചെയ്യാൻ, സർഫസ് റഫ്നെസ് മെഷർ ചെയ്യാൻ എന്ത് ലെങ്ത് ആണോ കൺസിഡർ ചെയ്തത് അതാണ് സാമ്പിൾ ലെങ്ത് എന്ന് പറയുന്നത്. ആ സാമ്പിൾ ലെങ്ത് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സാമ്പിൾ ലെങ്ത് കൊണ്ട് അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. സോ ദെൻ യു വിൽ ഗെറ്റ് എ വാല്യൂ വിച്ച് ഈസ് നോൺ എസ് സി. ഓക്കെ, അപ്പോൾ ഈ സി ഡിസ്റ്റൻസ് മുകളിലോ അല്ലെങ്കിൽ താഴെയിലോ നമ്മൾ എന്ത് വരയ്ക്കണം? പുതിയൊരു ലൈൻ വരയ്ക്കണം. അതാണ് ബി ബി എന്ന് പറയുന്ന ലൈൻ. ഓക്കെ, ആ ലൈൻ ആയിരിക്കും നമ്മളുടെ മെയിൻ ലൈൻ. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ ആദ്യം എ എന്ന് പറയുന്ന ലൈൻ വരച്ചു, എ എന്ന് പറയുന്ന ലൈൻ വരച്ചു. ആ ലൈനിന് മുകളിലുള്ള ഏരിയാസിനെ കൺസിഡർ ചെയ്യുന്നു, അതിനെ ആഡ് ചെയ്യുന്നു. ആ ലൈനിന് താഴെയുള്ള ഏരിയാസിനെ കൺസിഡർ ചെയ്യുന്നു, അതിനെ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി ആദ്യത്തെ ഏരിയ എക്സിന്റെ സിഗ്മയും ഏരിയ വൈയുടെ സിഗ്മയും കൂടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു, എത്രമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്നു. അതിനെ നമ്മൾ കൺസിഡർ ചെയ്ത ടോട്ടൽ ലെങ്ത് എൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂവിനെ നമ്മൾ സി എന്ന് ആണ് ആ വാല്യൂ എങ്കിൽ അത്രമാത്രം ഡിസ്റ്റൻസ് മുകളിലേക്കോ അല്ലെങ്കിൽ അത്രമാത്രം ഡിസ്റ്റൻസ് താഴേക്കോ പോയിട്ട് നമ്മൾ പുതിയൊരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ ഏതാണ്? ലൈൻ ബി ബി. ദാറ്റ് ലൈൻ ഈസ് കോൾഡ് ലൈൻ ബി ബി. ഓക്കെ, മനസ്സിലായോ? സോ ഇതാണ് so this is how you draw the main line. Okay, ഇനി എൻവലപ്പ് സിസ്റ്റത്തിലൂടെ എങ്ങനെ റെഫറൻസ് ലൈൻ വരയ്ക്കാമെന്ന് നോക്കാം. ഇപ്പൊ മെയിൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഫറൻസ് ലൈൻ മെത്തേഡാണ്. ഓക്കെ, എങ്ങനെ റെഫറൻസ് ലൈൻ വരയ്ക്കും എന്നുള്ള ഒരു മെത്തേഡാണ്. ഹൗ ടു ഡ്രോ എ റെഫറൻസ് ലൈൻ, അതാണ് മെയിൻ സിസ്റ്റം. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? എൻവലപ്പ് സിസ്റ്റം അല്ലെങ്കിൽ ഈ സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എൻവലപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? നമ്മളുടെ സർഫസിന് മുകളിലൂടെ നിങ്ങൾ ഒരു ബോളോ അല്ലെങ്കിൽ ഒരു സിലിണ്ടറോ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നോക്കുക. ഓക്കെ, ബോളോ അല്ലെങ്കിൽ സിലിണ്ടറിനെ റൊട്ടേറ്റ് ചെയ്യുക. ആ സർഫസിന് റേഡിയസ് ആർ ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് മെയിൻ ലൈൻ അല്ലെങ്കിൽ എൻവലപ്പ് ലൈൻ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. എൻവലപ്പ് ലൈൻ ഇസ് എ ലൈൻ ദാറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ റോളിംഗ് a circle of radius r. Envelope line is a line that is obtained by rolling a circle of radius r on the surface. സർഫസിൽ റേഡിയസ് r ഉള്ള ഒരു റോളറിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു റോളറിനെ സർഫസിലെ പീക്സിനും വാല്യൂസിനും മുകളിലൂടെ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സെന്റർ പോയിന്റ് നമുക്കറിയാം. ഓക്കെ, ആ കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യു ക്യാൻ സർഫസിന് മുകളിലൂടെ ഒരു റോളർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കർവ് കിട്ടുന്നു. ഓക്കെ, ദിസ് കർവ് ഈസ് ദ ലോക്കസ് ഓഫ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. അല്ലെ, ഈ ഒരു കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റൊട്ടേറ്റ് ചെയ്ത സർക്കിളിന്റെ ലോക്കസ് ആയിരിക്കാം. ലോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ട്രേസ് ചെയ്ത പാത്ത്. ഓക്കെ, അത് ട്രേസ് ചെയ്ത പാത്ത്. ഓക്കെ, അങ്ങനെ ആ കർവ് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ അതിൽ നിന്ന് അതിന്റെ റേഡിയസ് കുറയ്ക്കണം. സിലിണ്ടറിന്റെ റേഡിയസ് കുറയ്ക്കുമ്പോൾ അതിന് പാരലായിട്ട് താഴോട്ട് മറ്റൊരു കർവ് നിങ്ങൾക്ക് കിട്ടുന്നു. അല്ലെ, റേഡിയസ് കുറച്ചു കഴിഞ്ഞാൽ പാരലായിട്ട് മറ്റൊരു കർവ് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഈ കർവ് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കർവ് കൂടുതലും ടച്ച് ചെയ്യുന്ന എവിടെ ആയിരിക്കാം? നമ്മളുടെ ഓബ്ജക്റ്റിന്റെ ഇറഗുലാരിറ്റീസിന്റെ ക്രസ്റ്റുകളിലായിരിക്കും ടച്ച് ചെയ്യുന്നത്. ഓക്കെ, എന്താ? ക്രസ്റ്റുകളിലായിരിക്കും ടച്ച് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ഒരു സർഫസ് ഉണ്ട്. ആ സർഫസിന് മുകളിലൂടെ ഒരു റോളർ റൊട്ടേറ്റ് ചെയ്യുന്നു. സർഫസിന് മുകളിലൂടെ റോളർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സെന്റർ പോയിന്റ് ഒരു പാത്ത് ട്രേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലോക്കസ് എന്ന് പറയുന്നു. അവിടെ നിന്ന് ആ റോളറിന്റെ റേഡിയസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു കർവ് കിട്ടുന്നു. ഓക്കെ, സോ ഈ കർവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കർവ് കൂടുതലായിട്ടും എന്താണ്? ഈ സർഫസിലെ ഇറഗുലാരിറ്റീസിന്റെ പീക്സിൽ ടച്ച് ചെയ്യുന്നതായിട്ട് കാണാം. ഏതൊക്കെയാ? ഇതാണ് ഒരു പീക്ക്, ഇത് രണ്ടാമത്തത് പീക്ക്. ഓക്കെ, അപ്പൊ എൻവലപ്പ് കർവ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മൾ എൻവലപ്പ് കർവ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ moving downwards to a position so that areas around the surface profile above and below the curve are equal. Okay, ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എൻവലപ്പ് കർവിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോഴും നമുക്ക് ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് കിട്ടിയ കർവിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഈ കർവിനെ നമ്മൾ മുകളിലേക്കോ താഴേക്കോ മാറ്റണം. മാറ്റുന്ന സമയത്ത് നമുക്ക് പുതിയൊരു കർവ് എവിടെങ്കിലും കിട്ടും. ആ കർവ് എങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് പറയുന്നേ?
യു ഹാവ് ടു കൺസിഡർ ദ ഏരിയാസ് എബവ് ആൻഡ് ബിലോ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഏരിയയും ഈ കാണിച്ചിരിക്കുന്ന ഏരിയയും ഈ കാണിച്ചിരിക്കുന്നതും ഇതുമെല്ലാം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഏരിയാസ് എബവ് ആൻഡ് ബിലോ ദ കർവ് ആർ ഈക്വൽ. അല്ലെങ്കിൽ so that areas around the surface profile above and below the curve are equal. Okay, so total area എടുത്താൽ ഏരിയ above ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന ഏരിയ above അതുപോലെ തന്നെ ഏരിയ ബിലോ താഴെയുള്ള ഏരിയാസിന്റെയും ടോട്ടൽ ഏരിയ നമ്മൾ സമ്മേഷനിലൂടെ എടുത്തു കഴിഞ്ഞാൽ അത് ഈക്വൽ ആവുന്ന രീതിയിൽ ഈ കർവിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ സിസ്റ്റമിൽ എൻവലപ്പ് സിസ്റ്റത്തിൽ നമുക്ക് കിട്ടുന്ന റെഫറൻസ് എന്ന് പറയുന്ന ഒരു കർവായിരിക്കും. എം സിസ്റ്റം അല്ലെങ്കിൽ മീൻ ലൈൻ സിസ്റ്റത്തിൽ നമുക്ക് കിട്ടുന്ന റെഫറൻസ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഒന്നുകിൽ കർവ് നമുക്ക് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. കർവാണ് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമ്മൾ ജനറേറ്റ് ചെയ്യണമെങ്കിൽ എൻവലപ്പ് സിസ്റ്റം ഉപയോഗിക്കണം. എന്നാൽ കർവ് അല്ല, സ്ട്രെയിറ്റ് ലൈൻ ആണ് ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് മീൻ ലൈൻ സിസ്റ്റം ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, സോ ഈ കർവ് ആദ്യം വരച്ചു, അതിന്റെ ലോക്കസ് എങ്ങനെ കണ്ടുപിടിച്ചു, അതിനെ അല്പം താഴ്ത്തുന്ന റേഡിയസ് താഴ്ത്തണം, പിന്നീട് അതിനെ നമ്മൾ ഫിറ്റ് ചെയ്യണം. ഈ കർവിനെ നമ്മൾ ഫിറ്റ് ചെയ്യണം. എങ്ങനെ ഫിറ്റ് ചെയ്യണം? ആ സർഫസിലെ പീക്സിന്റെയും വാല്യൂസിന്റെയും ഏരിയാസ് ഈക്വൽ ആവുന്ന രീതിയിൽ ഫിറ്റ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് എൻവലപ്പ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ സർഫസ് ഫിനിഷിനെ നമ്മൾ യൂഷ്വലി അനാലിസിസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒന്നുകിൽ പീക്കുകളുടെയും വാല്യൂസിന്റെയും ഹൈറ്റ് എടുത്തിട്ട് അതിനെ ആവറേജ് ചെയ്ത് നോക്കാം. ഓക്കെ, ആവറേജ് റഫ്നെസ് മെത്തേഡ്. ഓക്കെ, ദ അനാലിസിസ് ഓഫ് സർഫസ് ഫിനിഷ് ഈസ് ബീങ് കണ്ടക്ടഡ് ബൈ, ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് എന്താണ്? ആവറേജ് റഫ്നെസ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ഈസ് പീക്ക് ടു വാലി ഹൈറ്റ് മെത്തേഡ്. എന്താണ് പീക്ക് ടു വാലി ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് മുതൽ വാലി വരെയുള്ള ഹൈറ്റ് മെഷർ ചെയ്തിട്ട് അത് ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാം. തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോം ഫാക്ടർ മെത്തേഡ്. ഇതിലെല്ലാ മെത്തേഡ്സും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പം തന്നെ RA എന്താണെന്ന് അറിഞ്ഞിരിക്കണം, RS എന്താണെന്ന് അറിഞ്ഞിരിക്കണം, 10 പോയിന്റ് മെത്തേഡ്, ഇതെല്ലാം ആവറേജ് റഫ്നെസ് മെത്തേഡുകളാണ്. അതാണ് നമ്മൾ കൂടുതലായിട്ടും പഠിക്കുന്നത്. ഓക്കെ, ആവറേജ് റഫ്നെസ് മെഷർമെന്റ് മെത്തേഡ്. സോ നമ്മൾ അൾട്ടിമേറ്റ്ലി ഉദ്ദേശിക്കുന്നത് എന്താണ്? സർഫസിൽ ഇറഗുലാരിറ്റീസ് ഉണ്ട്, ഇറഗുലാരിറ്റീസിനെ ഒരു ന്യൂമറിക്കൽ വാല്യൂയിലേക്ക് നമുക്ക് എത്തിക്കണം. സർഫസ് ഇറഗുലാരിറ്റീസിനെ ഒരു ന്യൂമറിക്കൽ വാല്യൂയിലേക്ക് എത്തിക്കണം. എങ്കിലേ മനസ്സിലാവൂ ഈ സർഫസിന് 2 മൈക്രോൺ സർഫസ് റഫ്നെസ് ഉണ്ട്. അപ്പോൾ അതിനുപയോഗിക്കുന്ന മെത്തേഡ്സ് നമുക്ക് നോക്കാം. ഒന്നുകിൽ റഫ്നെസിന്റെ ആവറേജ് എടുക്കുക, പീക്ക് മുതൽ വാലി വരെയുള്ള ഹൈറ്റ് മെഷർ ചെയ്യുക, അല്ലെങ്കിൽ ഫോം ഫാക്ടർ മെത്തേഡ്. ഇവിടെ ഫ്രം ഫാക്ടർ അല്ല, ഇത് ചെറിയ മിസ്റ്റേക്ക് ആണ്, ഫോം ഫാക്ടർ ആണ്. ഓക്കെ, ഫോം ഫാക്ടർ. ഓക്കെ, ഇപ്പോൾ ആവറേജ് റഫ്നെസ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആവറേജ് റഫ്നെസ് മെഷർമെന്റ്സ്. ഓക്കെ, പിന്നെ നമുക്ക് സെന്റർ ലൈൻ ആവറേജ് മെത്തേഡ് ഉപയോഗിക്കാം, റൂട്ട് മീൻ സ്ക്വയർ മെത്തേഡ് ഉപയോഗിക്കാം, 10 പോയിന്റ് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. എന്തൊക്കെയാണ് ഈ മെത്തേഡ് നോക്കാം. സെന്റർ ലൈൻ ആവറേജ് മെത്തേഡ്. എന്താണ് സെന്റർ ലൈൻ ആവറേജ് മെത്തേഡ്? നമ്മൾ മുമ്പ് കണ്ടതുപോലെ തന്നെ സർഫസിൽ ഒരു മീൻ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, നമ്മൾ കൂടുതൽ സമയം എടുക്കുന്നു, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ സർഫസിന് സെന്ററിലൂടെ ആദ്യം ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഇനി അതിന്റെ എല്ലാ ഈക്വലി സ്പേസ്ഡ് പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. 1 2 3 4 5 6 7 8 ഈ സർഫസിലെല്ലാം പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. ഈ പോയിന്റ്സ് മാർക്ക് ചെയ്തതിനു ശേഷം ആ പോയിന്റ്സിൽ നിന്നുള്ള y കോർഡിനേറ്റ് അല്ലെങ്കിൽ y ഹൈറ്റ്, y ഇന്റർസെപ്റ്റ് എന്താണെന്ന് നമ്മൾ മെഷർ ചെയ്യുന്നു. സിമിലർലി 7 8 എന്ന് പറയുന്നത് വാലിയിലേക്കുള്ള ഇന്റർസെപ്റ്റുകളാണ്. ഇതെല്ലാം y ഇന്റർസെപ്റ്റുകളാണ്. ഇവിടെ മെഷർമെന്റ് എടുത്തതിന് ശേഷം you have to calculate the center line average. അതിനുശേഷം നമ്മൾ സെന്റർ ലൈൻ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ സെന്റർ ലൈൻ ആവറേജിനെ നമ്മൾ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്ന RA എന്ന് പറയുന്ന റെപ്രസെന്റേഷൻ ലെറ്ററിംഗ് ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് യൂഷ്വലി ഗിവൺ ബൈ സിഗ്മ h/n. സിഗ്മ h എന്താ? സിഗ്മ h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയ ഹൈറ്റ്, H1 കിട്ടിയ ഹൈറ്റ്, H2 H3 കിട്ടിയ ഹൈറ്റ്, ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ എത്ര നമ്പർ ഓഫ് പോയിന്റ്സ് നമുക്കുണ്ടായിരുന്നോ ആ പോയിന്റ്സ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, നമ്പർ ഓഫ് പോയിന്റ്സ് എത്ര ഉണ്ടോ അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ദിസ് ഈസ് ഡിവൈഡഡ് ബൈ n. സോ H1 + H2 + H3 എക്സെട്ര അപ് ടു Hn ഡിവൈഡഡ് ബൈ n. ഓക്കെ, ദെൻ യു വിൽ ഗെറ്റ് സെന്റർ ലൈൻ ആവറേജ്. അതായത് ഒരു സെന്റർ ലൈനിൽ നിന്നാണ് നമ്മളത് കൺസിഡർ ചെയ്യേണ്ടത്. ഈ സെന്റർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുമ്പിലത്തെ മെത്തേഡിൽ വരച്ച മീൻ ലൈനിനെയാണ് നമ്മൾ സെന്റർ ലൈൻ എന്ന് പറയുന്നത്. ആ മീൻ ലൈനിൽ നിന്ന്
മുകളിലേക്കോ താഴേക്കോ ഉള്ള ഡിസ്റ്റൻസ് എടുത്ത് ആഡ് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് ഇത് വരയ്ക്കാനൊക്കും, മറ്റൊരു രീതിയിലും ഇത് നമുക്ക് വരയ്ക്കാനൊക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏരിയാസിന്റെ മെഷർമെന്റ് എടുത്താലും മതി, ഏരിയാസിന്റെ മെഷർമെന്റ് എടുത്താലും മതി. എന്താ ഏരിയാസിന്റെ മെഷർമെന്റ്? ഇവിടെ രണ്ടാമത്തെ ഫിഗറിൽ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഏരിയ A1, ഏരിയ A2, A3, A4, A5 എന്ന് പറയുന്ന പല ഏരിയാസ്. എല്ലാ ഏരിയാസിനെയും കൂടെ ആഡ് ചെയ്യുക. അതിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? സാമ്പിൾ ലെങ്ത്. ഏത് ലെങ്ത് ആണോ നമ്മൾ കൺസിഡർ ചെയ്തത് അതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. മുമ്പേ നമ്മൾ ഡിവൈഡ് ചെയ്തത് എന്തുകൊണ്ടാണ്? പോയിന്റ്സ്, നമ്പർ ഓഫ് പോയിന്റ്സ് കൊണ്ടാണ്. ഓക്കെ, സോ സെൻട്രൽ ലൈൻ ആവറേജ് ഈസ് സിഗ്മ എ ബൈ എൽ, സിഗ്മ എ ബൈ എൽ. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി ഒന്ന് രണ്ട് ചെറിയ മെത്തേഡ്സ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ RS മെത്തേഡ്. RS എന്ന് പറയും, അല്ലെങ്കിൽ RQ എന്നും പറയും കേട്ടോ. ഇതിനെ നമുക്ക് RQ എന്നും പറയാറുണ്ട്, RS എന്നും പറയാറുണ്ട്. RQ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് മീൻ സ്ക്വയർ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ മാത്സിൽ. എന്താണ് റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ? നമ്മൾ മുമ്പേ കണ്ട ഹൈറ്റ് H1, H2, H3 എക്സെട്ര അപ് ടു HN എടുക്കുക, അതിനെ സ്ക്വയർ ചെയ്യുക, അതിനെ ആഡ് ചെയ്യുക, അതിന്റെ ആവറേജ് N വാല്യൂ, നമ്പർ ഓഫ് പോയിന്റ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ ആവറേജ് വാല്യൂ കിട്ടുന്നു. പിന്നീട് അതിന്റെ റൂട്ടും കൂടി എടുക്കുമ്പോഴും നിങ്ങൾക്ക് റൂട്ട് മീൻ സ്ക്വയർ കിട്ടും. അതിനെ നമ്മൾ RS അല്ലെങ്കിൽ RQ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. സോ നമ്മൾ സർഫസിൽ നോക്കി കഴിഞ്ഞാൽ RA ഈക്വൽ ടു 2 മൈക്രോൺസ് എന്ന് കിട്ടും. എന്ന് വെച്ചാൽ എന്താണ്? സർഫസ് റഫ്നെസ് അല്ലെ സർഫസ് ഫിനിഷിനെ ന്യൂമറിക്കൽ വാല്യൂയിൽ എഴുതിയിരിക്കുകയാണ് 2 മൈക്രോൺസ്. അല്ലെങ്കിൽ RS ഈക്വൽ ടു അല്ലെങ്കിൽ RQ ഈക്വൽ ടു 3 മൈക്രോൺ എന്ന് എഴുതി കഴിഞ്ഞാൽ അതെങ്ങനെയാണ്? ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. സർഫസിലുള്ള പീക്സിലെയും വാലീസിലുള്ള പോയിന്റ്സിലുള്ള Y ഇന്റർസെപ്റ്റുകൾ എടുത്തു, ആഡ് ചെയ്തു, അല്ലെങ്കിൽ RMS സ്ക്വയർ, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എടുക്കും. ഓക്കെ, ഇനി മറ്റൊരു മെത്തേഡ് ഉണ്ട്. അതിന്റെ പേരാണ് എന്ത്? 10 പോയിന്റ് ഹൈറ്റ് മെത്തേഡ്. എന്താണ് ഈ 10 പോയിന്റ് ഹൈറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? ഈ മെത്തേഡിൽ നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്ന RZ എന്നാണ്. ഓക്കെ, RZ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 10 പോയിന്റ് ഹൈറ്റ് മെത്തേഡ്, RZ. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു റെഫറൻസ് സർഫസ് എടുക്കുന്നു, അല്ലെങ്കിൽ ഓബ്ജക്റ്റിന്റെ ബോട്ടം നമ്മൾ എടുക്കുന്നു. ഓക്കെ, അവിടെ നമ്മൾ മീൻ ലൈൻ ഒന്നും എടുക്കുന്നില്ല, ഓബ്ജക്റ്റിന്റെ ബോട്ടം. അതിനുശേഷം പീക്സിലേക്കുള്ള ഹൈറ്റ്, വാലീസിലേക്കുള്ള ഹൈറ്റ് എല്ലാം എടുക്കുന്നു. പീക്സും വാല്യൂസിലേക്കുള്ള ഹൈറ്റ് എല്ലാം എടുക്കുന്നു. ഓബ്ജക്റ്റിന്റെ ബോട്ടത്തിൽ നിന്ന് മെഷർ ചെയ്താലും മതി. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആവറേജ് ഡിഫറൻസ് എടുക്കുന്നു. 5 പീക്കുകൾ, 1, 2, 3, 4, 5. 5 പീക്കുകൾ എടുക്കുന്നു, 5 വാലീസ് എടുക്കുന്നു. 1, 2, 3, 4, 5. 5 വാലീസ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പീക്സിലുള്ള ഹൈറ്റ് എല്ലാം കൂടി ആഡ് ചെയ്യും, വാലീസിലുള്ള ഹൈറ്റ് എല്ലാം കൂടി ആഡ് ചെയ്യും. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? ഇനി പീക്സിലുള്ള ഹൈറ്റിലെയും വാലീസിലുള്ള ഹൈറ്റിനെയും കൂടെ ഡിഫറൻസ് എടുത്തിട്ട് അതിനെ നമ്മൾ നമ്പർ ഓഫ് പോയിന്റ്സ് നമ്മൾ എടുത്തോ, ആ 5 കൊണ്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ യു ഹാവ് ടു ആഡ് ദ പീക്സ്, heights of the peaks, you have to add the heights of the valleys, then you have to subtract. Okay, and then that difference should be divided by 5. Difference should be divided by 5. അതെന്താ? ആവറേജ് ചെയ്യാൻ വേണ്ടി. ആവറേജ് ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ്? 5 ഹയസ്റ്റ് പീക്സ് ആൻഡ് 5 ലോവസ്റ്റ് വാല്യൂസ് ഓൺ ദ സർഫസ്. സർഫസിലുള്ള വാല്യൂസിന്റെയും സർഫസിലുള്ള ഹൈറ്റിന്റെയും 5 എണ്ണം. ഇപ്പൊ മൊത്തത്തിൽ 10 എണ്ണം ഉണ്ട്. 5 പീക്സും 5 വാലീസും, ഇതിന്റെ എല്ലാം കൂടെ ഹൈറ്റിന്റെ ഡിഫറൻസിന്റെ ആവറേജ് വാല്യൂ നമ്മൾ എടുക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് 10 പോയിന്റ് ഹൈറ്റ് മെത്തേഡ്. ഇതിനെ യൂഷ്വലി നമ്മൾ RZ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. RZ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊന്ന് വായിച്ചു നോക്കണം ഈ സ്ലൈഡ്സ്. ടെക്സ്റ്റ് ബുക്ക് ആണ് വായിക്കേണ്ടത്. ഈ സ്ലൈഡ്സ് വായിച്ചാലൊന്നും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? സോ RA എന്താണെന്ന് അറിഞ്ഞിരിക്കണം, RQ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ RZ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓരോന്നും RA, RQ, RZ, പിന്നെ RMax ഒക്കെ ഉണ്ട്, ഫോം ഫാക്ടർ മെത്തേഡുകളുണ്ട്. അതെല്ലാം നമുക്ക് ഡിറ്റക്ട് ചെയ്യാനില്ല, എല്ലാം നമുക്ക് പഠിക്കാനില്ല. വളരെ കുറച്ച് പാരാമീറ്റേഴ്സ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. എങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, അറിഞ്ഞിരിക്കുക. ഓക്കെ, സിലബസ് നോക്കിയാൽ നമുക്ക് അറിയാൻ ഒക്കും. RA, RQ, അതുപോലെ തന്നെ RZ വേണം, പിന്നീട് RMax. ഓക്കെ, RMax അല്ലെങ്കിൽ RU നമുക്ക് പഠിക്കാൻ
ഉപയോഗിക്കാം. ഓക്കെ, ആർ യു നമുക്ക് പഠിക്കാൻ ഉപയോഗിക്കാം. ഓക്കെ, എന്താണ് ആർ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആർ യു, it is the distance between mean line and another line that is parallel to it, drawn such that it touches the highest peak within the considered sampling length. Okay, so നമ്മൾ രണ്ട് ലൈൻസിനെ കൺസിഡർ ചെയ്യണം. ആ ലൈനിൽ ഒന്നെന്താണ്? നമ്മൾ വരയ്ക്കുന്ന മീൻ ലൈൻ. അതെങ്ങനെയാ വരയ്ക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. മീൻ ലൈനും ഉണ്ട്, എൻവലപ്പ് ലൈൻ കർവും ഉണ്ട്. മീൻ ലൈൻ എങ്ങനെ വരയ്ക്കുന്നു പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഹയസ്റ്റ് പീക്കുകളെ ടച്ച് ചെയ്യുന്ന രീതിയിൽ പുതിയൊരു ലൈനൂടെ വരയ്ക്കുന്നു. ഓക്കെ, അതിനുശേഷം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നു, മീൻ ലൈനും ഹയസ്റ്റ് പീക്കും. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മീൻ ലൈൻ and another line that is drawn to it, that is parallel to it, such that it touches the highest peak. Okay, so you can draw the mean line and you can draw the highest peak and you can take the difference, that will be RU. RU എന്ന് പറഞ്ഞാൽ എന്താണ്? Depth of smoothness. RU is depth of smoothness. Okay, ഇനി RM എന്താണ് നോക്കിക്കോളൂ. RM, distance between mean line and another line that is parallel to it such that it touches the lowest valley. Okay, അവിടെ നമ്മൾ എടുക്കുന്ന എന്താണ്? മെയിൻ ലൈൻ എടുക്കുന്നു, അതിനുശേഷം ലോവസ്റ്റ് വാലിയിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വരയ്ക്കുന്ന ലൈൻ, അത് തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ ആർ എം എന്ന് വിളിക്കുന്നു, ആർ എം എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, അതിനെ മീൻ ഡെപ്ത് എന്ന് നമ്മൾ പറയുന്നു. അപ്പം ഡെപ്ത് ഓഫ് സ്മൂത്ത്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്കിലേക്ക് കണക്ട് ചെയ്യുന്ന ലൈൻ, ഹയസ്റ്റ് പീക്കിലേക്ക് കണക്ട് ചെയ്യുന്ന ലൈൻ, അതാണ് എടുക്കേണ്ടത്. ഇനി മീൻ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മീൻ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂമായിട്ട് കണക്ട് ചെയ്യുന്ന ലൈൻ. ഓക്കെ, സോ ഈ പാരാമീറ്റേഴ്സ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇന്ന് നമ്മൾ ഇത്രമാത്രം ക്ലാസ്സിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയൊക്കെ സർഫസ് റഫ്നെസ് അല്ലെ സർഫസ് ഫിനിഷ് മെഷർ ചെയ്യും എന്നുള്ളത് പഠിക്കും. ഓക്കെ, എങ്ങനെയൊക്കെയാണ് സർഫസ് റഫ്നെസ് അല്ലെങ്കിൽ സർഫസ് ഫിനിഷ് മെഷർ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? Yes, sir. ഓക്കെ, നിങ്ങളുടെ പേര് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഉണ്ടല്ലോ, നിങ്ങളുടെ റോൾ നമ്പർ കൂടി അവിടെ എൻ്റർ ചെയ്യുക. ഓക്കെ, ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ റോൾ നമ്പർ എൻ്റർ ചെയ്യുക. അപ്പോൾ പേരും റോൾ നമ്പറും വെച്ച് നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിരിക്കാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിലും നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ. നിങ്ങൾ അറ്റൻഡൻസ് എൻ്റർ ചെയ്തിട്ട് ലീവ് ആയിക്കോളൂ.